ബോധിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ ഹിസ്റ്ററിയുടെ കഴിഞ്ഞ ക്ലാസ്സിൽ മെസോലിത്തിക് ഏജിനെ പറ്റിയിട്ടാണ് പഠിച്ചത്. അപ്പോൾ പാലിയോലിത്തിക് ഏജ് കഴിഞ്ഞു, മെസോലിത്തിക് ഏജ് മധ്യശിലായുഗം കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഏജ് അല്ലെങ്കിൽ മൂന്നാമത്തെ ശിലായുഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നിയോലിത്തിക് ഏജ് അല്ലെങ്കിൽ നവീന ശിലായുഗം. നിയോലിത്തിക് ഏജ് അല്ലെങ്കിൽ നവീന ശിലായുഗം. നവീന ശിലായുഗത്തെ പറ്റി പറയുകയാണെങ്കിൽ ഈ നവീന ശിലായുഗത്തിലാണ് ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കുവാൻ പോകും. കാര്യം മെസോലിത്തിക് ഏജ് പഠിച്ചപ്പോഴോ പാലിയോലിത്തിക് ഏജ് പഠിച്ചപ്പോഴോ അവരുടെ പ്രധാനപ്പെട്ട ഒക്യുപ്പേഷൻ, അവരുടെ മെയിൻ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത്, അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത് വേട്ടയാടലായിരുന്നു എന്നാണ് നമ്മൾ എന്ത് ചെയ്തത്, പഠിച്ചത്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നിയോലിത്തിക് ഏജ് അല്ലെങ്കിൽ നവീന ശിലായുഗത്തിലേക്ക് വരുമ്പോൾ കൃഷി അവരുടെ ഒരു പ്രധാനപ്പെട്ട തൊഴിലായി മാറുന്നത് നമ്മൾ ഇനി പഠിക്കുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ മെസോലിത്തിക് ഏജ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, മെസോലിത്തിക് ഏജ് ഈസ് ദി പീരീഡ് ബിറ്റ്വീൻ പാലിയോലിത്തിക് ഏജ് ആൻഡ് നിയോലിത്തിക് ഏജ്. അല്ലെ, നവീന ശിലായുഗത്തിനും പ്രാചീന ശിലായുഗത്തിനും ഇടയിലുള്ള കാലഘട്ടമാണ് ഏതെന്നറിയപ്പെടുന്നത് മെസോലിത്തിക് ഏജ് അല്ലെങ്കിൽ മധ്യശിലായുഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ നവീന ശിലായുഗം എന്ന് പറയുന്നത് the Neolithic age is the period between the Mesolithic age and Chalcolithic age. അതായത് നമ്മൾ ഇനി പഠിക്കുവാൻ പോകുന്ന ചാൽക്കോലിത്തിക് ഏജ് അല്ലെങ്കിൽ താമ്രശിലായുഗം, ആ താമ്രശിലായുഗത്തിനും നമ്മൾ പഠിച്ച മെസോലിത്തിക് ഏജ് അല്ലെങ്കിൽ മധ്യശിലായുഗത്തിനും ഇടയിലുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ നിയോലിത്തിക് ഏജ് എന്ന പേരിൽ എന്ത് ചെയ്യുന്നത്, അറിയപ്പെടുന്നത്. നിയോലിത്തിക് ഏജ് ഈസ് ദി പീരീഡ് ബിറ്റ്വീൻ മെസോലിത്തിക് ഏജ് ആൻഡ് ചാൽക്കോലിത്തിക് ഏജ്. അതാണ് ഒന്നാമതായി നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഇനി ഈ നിയോലിത്തിക് ഏജിലേക്ക് വരുമ്പോൾ നിയോലിത്തിക് ഏജ് ഹ്യൂമൻസിന്റെ ടൂൾസ് എങ്ങനെയുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻ ദിസ് പീരീഡ് മാൻ ബിഗാൻ ടു യൂസ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്. അപ്പോൾ നിയോലിത്തിക് ഏജിലെ ഹ്യൂമൻസിന്റെ പ്രധാനപ്പെട്ട ടൂൾ അല്ലെങ്കിൽ അവരുടെ ടൂളിന്റെ ഫീച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ആയുധത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻ ദിസ് പീരീഡ് മാൻ ബിഗാൻ ടു യൂസ്ഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്. അതായത് മിനുസമുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്, നിയോലിത്തിക് ഏജ് അല്ലെങ്കിൽ നവീന ശിലായുഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇൻ ദിസ് പീരീഡ് മാൻ ബിഗാൻ ടു യൂസ്ഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്. മിനുസപ്പെടുത്തിയ ശിലായുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തെയാണ് നമ്മൾ നവീന ശിലായുഗം അല്ലെങ്കിൽ നിയോലിത്തിക് ഏജ് എന്ന പേരിൽ എന്ത് ചെയ്യാൻ തുടങ്ങിയത്, അറിയപ്പെടുവാനായിട്ട് തുടങ്ങിയത്. സോ ദിസ് പീരീഡ് ഈസ് കോൾഡ് നിയോലിത്തിക് ഏജ്. ഈ കാലഘട്ടത്തെ നമ്മൾ നവീന ശിലായുഗം എന്ന പേരിൽ എന്ത് ചെയ്യുന്നു, അറിയപ്പെടുന്നു. ഈ നവീന ശിലായുഗത്തിന്റെ നിയോലിത്തിക് ഏജിന്റെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫീച്ചർ അല്ലെങ്കിൽ ഏറ്റവും പരമപ്രധാനമായ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, കൃഷിയുടെ ആരംഭം അല്ലെങ്കിൽ ദ ബിഗിനിങ് ഓഫ് കൾട്ടിവേഷൻ വാസ് ദി മേജർ പ്രോഗ്രസ് ഇൻ ദിസ് പീരീഡ്. ഈ നിയോലിത്തിക് ഏജിലെ നവീന ശിലായുഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ ബിഗിനിങ് ഓഫ് കൾട്ടിവേഷൻ വാസ് ദി മേജർ പ്രോഗ്രസ് ഓഫ് ഇൻ ദിസ് പീരീഡ്. നിയോലിത്തിക് ഏജിലെ നവീന ശിലായുഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് കൃഷിയുടെ എന്താണ്, ആരംഭമാണ്. കാരണം നേരത്തെ മനുഷ്യൻ എന്ന് പറയുന്നത് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ചാണ് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, കഴിച്ചുകൊണ്ടിരുന്നത്. അല്ലെ, വല്ല മരത്തിന്റെ മൂട്ടിലും വീണ് കിടക്കുന്ന ഫലങ്ങളൊക്കെ പറക്കിയായിരുന്നു എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, ആഹാരമാക്കിക്കൊണ്ടിരുന്നത്. അല്ലെ, അപ്പോൾ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, ഭക്ഷിച്ചിരുന്നത്. അല്ലെ, ഫുഡ് എന്ത് ചെയ്തിരുന്നോ, കളക്ട് ചെയ്യുകയാണ് എന്ത് ചെയ്തത്, അല്ലെങ്കിൽ ഫുഡ് ഗാദർ ചെയ്യുകയാണ് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, നടത്തിക്കൊണ്ടിരുന്നത്. അല്ലെ, അതിൽ നിന്ന് മനുഷ്യൻ കൃഷിയിലേക്ക് എന്ത് ചെയ്തു, എത്തപ്പെട്ടു. അതായത് എന്ത് ചെയ്യാൻ തുടങ്ങി, പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ കൾട്ടിവേറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ആരംഭിച്ചു. അപ്പോ ദ ചേഞ്ചസ് ഫ്രം ഫുഡ് ഗാദറിംഗ് ടു ഫുഡ് പ്രൊഡക്ഷൻ ഈസ് എ ലാൻഡ്മാർക്ക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ ലൈഫ്. അതായത് മനുഷ്യ ജീവിതത്തിലെ തന്നെ വലിയ ഒരു വഴിത്തിരിവിനായിട്ട് ഏതിനെ കണക്കാക്കപ്പെടുന്നു, ഭക്ഷ്യ ശേഖരണത്തിൽ നിന്ന് ഭക്ഷ്യ ഉൽപാദനത്തിലേക്ക് മനുഷ്യൻ എന്ത് ചെയ്തിരിക്കുന്നു, മാറിയിരിക്കുന്നതിനെ വളരെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പറയപ്പെടുന്നുണ്ട്. അത് എങ്ങനെയാണ് മനുഷ്യൻ ഈ പറയുന്ന ഫുഡ് ഗ്യാദറിംഗിൽ നിന്ന് ഫുഡ് പ്രൊഡക്ഷനിലേക്ക് എത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ മനുഷ്യൻ എങ്ങനെയാണ്
കൾട്ടിവേഷനിലേക്ക്, കൃഷിയിലേക്ക് എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ സാഹചര്യങ്ങൾ, സർക്കംസ്റ്റാൻസസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് സ്കേഴ്സിറ്റി ഓഫ് ഫുഡ്, അതുപോലെ പോപ്പുലേഷൻ ഗ്രോത്ത്, അല്ലെ, ഭക്ഷണത്തിന്റെ ലഭ്യത കുറവ്, പാരിസ്ഥിതികമായിട്ടുള്ള മാറ്റങ്ങൾ, അതുപോലെ തന്നെ എന്താ ജനസംഖ്യാ വർധനവ് തുടങ്ങിയവയാണ് എന്ത് ചെയ്തേക്കുന്നത് ഈ പറയുന്ന കൾട്ടിവേഷനിലേക്ക് അല്ലെങ്കിൽ കൃഷിയിലേക്ക് മനുഷ്യനെ എന്ത് ചെയ്തേക്കുന്നത് നിയോലിത്തിക് ഏജിലെ നവീന ശിലായുഗത്തിലെ മനുഷ്യനെ എന്ത് ചെയ്തേക്കുന്നത് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അപ്പൊ നിയോലിത്തിക് ഏജിനെ പറ്റിയിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്തു പറഞ്ഞു. എന്തൊക്കെയാ പറഞ്ഞത്? ഒന്നാമത് പറഞ്ഞത് നിയോലിത്തിക് ഏജ് ഈസ് ദ പീരീഡ് ബിറ്റ്വീൻ മെസോലിത്തിക് ഏജ് ആൻഡ് ചാൽക്കോലിത്തിക് ഏജ്, അല്ലെ. നവീന ശിലായുഗം എന്ന് പറയുന്നത് മധ്യശിലായുഗത്തിനും അതുപോലെ തന്നെ താമ്രശിലായുഗത്തിനും ഇടയിലുള്ള കാലഘട്ടമാണെന്നും, അതുപോലെ ഇൻ ദിസ് പീരീഡ് മാൻ ബിഗാൻ ടു യൂസ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്. ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ മിനുസമുള്ള ആയുധങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഉപയോഗിക്കുവാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇൻ ദിസ് പീരീഡ് ദ ബിഗിനിങ് ഓഫ് കൾട്ടിവേഷൻ വാസ് ദി മേജർ പ്രോഗ്രസ് ഇൻ ദിസ് പീരീഡ്, അല്ലെ. ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് പറയപ്പെടുന്നത് എന്താണ്? ദ ബിഗിനിങ് ഓഫ് കൾട്ടിവേഷൻ, കൃഷിയുടെ എന്താ ആരംഭം. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് ദ ചേഞ്ചസ് ഫ്രം ഫുഡ് ഗാദറിംഗ് ടു ഫുഡ് പ്രൊഡക്ഷൻ, അല്ലെ, ഭക്ഷ്യ ശേഖരണത്തിൽ നിന്ന് ഭക്ഷ്യ ഉൽപാദനത്തിലേക്കുള്ള എന്താ മാറ്റം. പിന്നീട് എന്താണ് പറഞ്ഞത്? ഈ പറയുന്ന കൾട്ടിവേഷനിലേക്ക് എത്തിപ്പെട്ട എന്താ സ്കേഴ്സിറ്റി ഓഫ് ഫുഡ്, അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ ലഭ്യത കുറവ്, പോപ്പുലേഷൻ ഗ്രോത്ത് അടക്കമുള്ള സംഭവങ്ങളാണ് എന്ത് ചെയ്തത് കൾട്ടിവേഷനിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇവിടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ക്വസ്റ്റ്യൻ, സൈഡില് ഗോർഡൻ ചൈൽഡ് എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിയനെ പറ്റി കൊടുത്തിട്ടുണ്ട്. ഗോർഡൻ ചൈൽഡ് അദ്ദേഹം ഒരു ചരിത്രകാരനാണ്. ഓസ്ട്രേലിയയിലാണ് അദ്ദേഹം എന്ത് ചെയ്തേക്കുന്നത്, ജനിച്ചിരിക്കുന്നത്. അദ്ദേഹം ഈ പറയുന്ന നിയോലിത്തിക് ഏജില് ഒരുപാട് ചേഞ്ചസ്, ഒരുപാട് മാറ്റങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട്, അല്ലെ. അതായത് കൾട്ടിവേഷൻ ആരംഭിച്ചു, ഫുഡ് ഗാദറിംഗ് ടു ഫുഡ് പ്രൊഡക്ഷൻ ഒക്കെ സംഭവിച്ചു. അപ്പൊ ഈ പറഞ്ഞ നിയോലിത്തിക് ഏജിലെ ചേഞ്ചസിനെ എല്ലാം കൂടെ വെച്ചുകൊണ്ട് അദ്ദേഹം നിയോലിത്തിക് ഏജിലെ ഈ ചേഞ്ചസിനെ നിയോലിത്തിക് റവല്യൂഷൻ എന്ന് എന്ത് ചെയ്തു, വിളിക്കുകയുണ്ടായി. അപ്പോ ഗോർഡൻ ചൈൽഡ് എന്തുകൊണ്ടാണ് നിയോലിത്തിക് ഏജിനെ നിയോലിത്തിക് റവല്യൂഷൻ അല്ലെങ്കിൽ നവീന ശിലായുഗത്തിലെ മാറ്റങ്ങളെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിളിച്ചത് എന്ന് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പൊ അതിന്റെ ആൻസർ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ നിയോലിത്തിക് ഏജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇവിടെ ഗോർഡൻ ചൈൽഡിനെ പറ്റി അദ്ദേഹത്തിന്റെ പുസ്തകത്തെ പറ്റിയിട്ടും ഒക്കെ ഒരു ചെറിയൊരു വിവരണം എന്ത് ചെയ്തിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നമുക്ക് എന്ത് ചെയ്യാനില്ല, പഠിക്കുവാനായിട്ട് ഇല്ല. ഇനി നമ്മൾ നിയോലിത്തിക് ഏജിന്റെ മറ്റു പ്രത്യേകതകളിലേക്ക് എന്ത് ചെയ്യാണ്, പോവുകയാണ്. ഇൻ നിയോലിത്തിക് ഏജ് ഹ്യൂമൻ ബീങ്സ് ബിഗാൻ ടു റിയർ അനിമൽസ് ഫോർ ഫുഡ്. നവീന ശിലായുഗത്തിലെ മനുഷ്യര് ഇൻ നിയോലിത്തിക് ഏജ് ഹ്യൂമൻ ബീങ്സ് ബിഗാൻ ടു റിയർ അനിമൽസ് ഫോർ ഫുഡ്. ആഹാരത്തിന് വേണ്ടിയിട്ട് മൃഗങ്ങളെ എന്ത് ചെയ്തിരുന്നോ, ഇണക്കി വളർത്തിയിരുന്നോ. അതുപോലെ തന്നെ they began to settle the life for the purpose of cultivation and domestication of animals. They began to settle the life for the purpose of cultivation and domestication of animals. അവര് ഈ പറയുന്ന കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്ഥിരമായിട്ടുള്ള താമസം ആരംഭിക്കുകയും അതുപോലെ തന്നെ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ്, മൃഗങ്ങളെ ഇണക്കി വളർത്തുവാൻ തുടങ്ങുകയും എന്ത് ചെയ്തോ. അത് മാത്രമല്ല അവരുടെ പ്രധാനപ്പെട്ട ക്രോപ്സ്, അവരുടെ പ്രധാനപ്പെട്ട വിളകൾ ഏതൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അവർ കൃഷി ചെയ്തിരുന്ന പ്രധാനപ്പെട്ട വിളകൾ ഏതൊക്കെയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ബാർലി ഉണ്ട്, രണ്ട് ജൂട്ട് ഉണ്ട്, മൂന്ന് വീറ്റ് ഉണ്ട്, അടുത്ത സം കൈൻഡ് ഓഫ് ട്യൂബേഴ്സ് ഉണ്ട്, പാടി ഉണ്ട്, അതുപോലെ പ്ലാന്റെയിൻ ഉണ്ട്. എന്താ വീറ്റ് എന്ന് പറഞ്ഞാൽ ഗോതമ്പ്, ബാർലി, ജൂട്ട് എന്താ ജൂട്ട് ചണം, സം കൈൻഡ് ഓഫ് ട്യൂബേഴ്സ് എന്താ സം കൈൻഡ് ഓഫ് ട്യൂബേഴ്സ് എന്ന് പറഞ്ഞാല് കിഴങ്ങു വർഗ്ഗങ്ങൾ, അതുപോലെ പാടി നെല്ല്, അതുപോലെ തന്നെ പ്ലാന്റെയിൻ വാഴ തുടങ്ങിയവയെല്ലാം അവരുടെ പ്രധാനപ്പെട്ട എന്തായിരുന്നു ക്രോപ്സ്, അല്ലെങ്കിൽ അവർ കൾട്ടിവേറ്റ് ചെയ്യുന്ന എന്തായിരുന്നു വിളകള് ആയിരുന്നു. അപ്പൊ ഈ 3 പോയിന്റുകളും നിയോലിത്തിക് ഏജുമായിട്ട് എന്ത് ചെയ്തതാണ്, ബന്ധപ്പെട്ടതാണ്. എന്തൊക്കെയാണ് ഒന്നുകൂടെ നോക്കുക. ഈ നിയോലിത്തിക് ഏജ് ഹ്യൂമൻ ബീയിങ്സ് ബിഗാൻ ടു റിയർ അനിമൽസ് ഫോർ domestication, animals for food, and they began to settle the life for the purpose of cultivation and domestication of animals, and their major crops was wheat, barley, jute, some kind of tubers, paddy and plantain. അല്ലേ, നിയോലിത്തിക് ഏജിലെ മനുഷ്യൻ എന്ത് ചെയ്തിരുന്നോ, മൃഗങ്ങളെ ആഹാരത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിരുന്നോ, ഇണക്കി വളർത്തിയിരുന്നോ. അവർ കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്ഥിരതാമസം ആരംഭിച്ചിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട വിളകൾ എന്ന് പറയുന്നത് ഗോതമ്പുണ്ട്, ബാർലി ഉണ്ട്, ജൂട്ടുണ്ട്,
കിഴങ്ങ് വർഗ്ഗങ്ങളുണ്ട്, നെല്ലുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, വാഴയുണ്ട്. ഓക്കെ, ഇനി അതിന്റെ താഴെ ഒരു 3 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പാലിയോലിത്തിക് ഏജ് പറഞ്ഞപ്പോഴത്തേക്ക് പിംബേഡ്ക അടക്കമുള്ള പാലിയോലിത്തിക് ഏജിലെ മേജർ സെന്റേഴ്സ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. മെസോലിത്തിക് ഏജ് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞതാ ബാഗോർ ഇൻ രാജസ്ഥാനും ആദംഗഡ് ഇൻ മധ്യപ്രദേശും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളാണ്. ഏതിന്റെയാണ്? ഈ പറയുന്ന മെസോലിത്തിക് ഏജിന്റെ. ഇവിടെ നിയോലിത്തിക് ഏജിലെ പ്രധാനപ്പെട്ട ഒരു സെന്റർ ആണ് ഇടയ്ക്കൽ കേവ്സ് എന്ന് പറയുന്നത്. ഇടയ്ക്കൽ കേവ്സ് എവിടെയാണ്? നമ്മുടെ കേരളത്തിലെ വയനാട് എന്ന് പറയുന്ന ജില്ലയിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ഇടയ്ക്കൽ കേവ്സ് എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. ആ ഇടയ്ക്കൽ കേവ്സിലെ ചിത്രങ്ങളാണ് എന്ത് ചെയ്തേക്കുന്നത്? കൊടുത്തിരിക്കുന്നത്. അതിന്റെ താഴെ ആ ചിത്രത്തിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവുന്നു എന്നൊരു ചോദ്യവും എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക? പൂർത്തീകരിക്കുക. നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് എന്ത് ചെയ്യുകയാണ്? പോവുകയാണ്. നെക്സ്റ്റ് പേജില് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിയോലിത്തിക് ഏജിലെ ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്തെല്ലാം? പുസ്തകത്തിൽ ഇതാ കൊടുത്തിട്ടുണ്ട് അല്ലെ. നിയോലിത്തിക് ഏജിലെ ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്തെല്ലാം ഇതാ കൊടുത്തേക്കുന്നുണ്ടോ? ഒന്നാമത്തത് കൊടുത്തേക്കുന്നു ഷാർപ്പൻഡ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് വെയർ യൂസ്ഡ്. ഷാർപ്പൻഡ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് വെയർ യൂസ്ഡ്. എന്താ ഷാർപ്പൻഡ് എന്ന് പറഞ്ഞാല്? ഷാർപ്പൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുനയുള്ളത് അല്ലെ. ഷാർപ്പൻഡ് ആൻഡ് പോളിഷ്ഡ്. പോളിഷ്ഡ് എന്ന് പറഞ്ഞാൽ മിനുസമുള്ളത്. അപ്പോ മുനയുള്ളതും അതുപോലെ മിനുസമുള്ളതുമായിട്ടുള്ള എന്ത്? സ്റ്റോൺ ടൂൾസ്. എന്താ സ്റ്റോൺ ടൂൾസ്? ശിലായുധങ്ങൾ എന്ത് ചെയ്തു? വെയർ യൂസ്ഡ്, ഉപയോഗിച്ചു. അപ്പൊ ഷാർപ്പൻഡ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് വെയർ യൂസ്ഡ്. മിനുസമുള്ളതും മുനയുള്ളതുമായിട്ടുള്ള ശിലായുധങ്ങൾ എന്ത് ചെയ്തു? ഉപയോഗിച്ചു. അടുത്തത് മെയ്ഡ് പോട്ട്സ് ഓഫ് ക്ലേ. എന്താ പോട്ട്സ് എന്ന് പറഞ്ഞാല്? പാത്രങ്ങൾ അല്ലെ. എന്തുകൊണ്ടുള്ള? കളിമണ്ണ് കൊണ്ടുള്ള പാത്രങ്ങൾ എന്ത് ചെയ്തു? നിർമ്മിച്ചു. അല്ലെങ്കിൽ മൺപാത്രങ്ങൾ എന്ത് ചെയ്തു? നിർമ്മിച്ചു. അടുത്തത് റാഫ്റ്റ്സ് വെയർ യൂസ്ഡ് ഫോർ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. അപ്പൊ മൂന്നാമത് പറഞ്ഞത് റാഫ്റ്റ്സ് വെയർ യൂസ്ഡ് ഫോർ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ അല്ലെ. ജലഗതാഗതത്തിനായിട്ട് ചങ്ങാടങ്ങൾ എന്ത് ചെയ്തു? ഉപയോഗിച്ചു തുടങ്ങി. അടുത്ത പ്ലോഷെയർ ആൻഡ് സ്പേഡ് വെയർ. പ്ലോഷെയർ ആൻഡ് സ്പേഡ് വെയർ മെയ്ഡ് ഔട്ട് ഓഫ് വുഡ്. തടി കൊണ്ടുണ്ടാക്കിയ എന്താ? പ്ലോഷെയർ, കലപ്പ, അതുപോലെ തന്നെ സ്പെയ്ഡ്. എന്താ സ്പെയ്ഡ് എന്ന് പറഞ്ഞാൽ? തൂമ്പ അല്ലെ. പണ്ട് കാലങ്ങളിൽ, അതായത് ഇപ്പൊ മൺവെട്ടി എന്ന പേരിൽ അറിയപ്പെടുന്നതാണ് എന്താ? സ്പെയ്ഡ് എന്നറിയപ്പെടുന്നത് അല്ലെ. പ്ലോഷെയർ എന്താണ്? പണ്ട് കാലത്ത് ഈ പറയുന്ന വയലൊക്കെ ഉഴുതുമറിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന കലപ്പ എന്ന പേരിൽ എന്ത് ചെയ്യുന്നു? അറിയപ്പെടുന്നു. അപ്പൊ പ്ലോഷെയർ ആൻഡ് സ്പേഡ് വെയർ മെയ്ഡ് ഔട്ട് ഓഫ് വുഡ്. അടുത്തത് ക്ലോത്ത്സ് വെയർ വവൻ ഔട്ട് ഓഫ് ജൂട്ട് ഫൈബർ വെയർ സ്വീങ് യൂസിങ് നീഡിൽസ് ഫാഷൻഡ് ഫ്രം ബോൺ. Clothes were woven out of jute fibers were sewn using needles fashioned from bones. അതായത് ഈ പറയുന്ന എല്ലുകൾ കൊണ്ട് അല്ലെ, മൃഗങ്ങളുടെയൊക്കെ എല്ലുകൾ കൊണ്ട് എന്ത് ചെയ്തിരുന്നു? ക്ലോത്ത്സ് വെയർ woven out of jute fiber. അതായത് മരനാരുകൾ കൂട്ടിക്കെട്ടിയൊക്കെയാണ് പണ്ട് കാലങ്ങളിൽ എന്തായിട്ട് ഉപയോഗിച്ചിരുന്നത്? വസ്ത്രമായിട്ട് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ വുഡൻ ഹാൻഡിൽഡ് സ്റ്റോൺ ആക്സസ് ആൻഡ് സിക്കിൾസ് വെയർ യൂസ്ഡ്. എന്താ വുഡൻ ഹാൻഡിൽഡ് സ്റ്റോൺ ആക്സസ് എന്ന് പറഞ്ഞാല്? തടി കൊണ്ട് പിടിയിട്ട എന്ത്? സ്റ്റോൺ ആക്സസ്, കൽക്കോടാലികൾ. അതുപോലെ തന്നെ സിക്കിൾസ്. എന്താ സിക്കിൾസ്? അരിവാള് തുടങ്ങിയവയൊക്കെ എന്ത് ചെയ്തിരുന്നു? ഉപയോഗിച്ചിരുന്നു. അപ്പൊ വുഡൻ ഹാൻഡിൽഡ് സ്റ്റോൺ ആക്സസ് ആൻഡ് സിക്കിൾസ് വെയർ യൂസ്ഡ്. തടി കൊണ്ട് പിടിയിട്ട കൽക്കോടാലികളും അതുപോലെ അരിവാളും എന്ത് ചെയ്തിരുന്നു? ഉപയോഗിച്ചിരുന്നു. അതുപോലെ വുഡൻ വീൽസ് വെയർ യൂസ്ഡ് ഫോർ മേക്കിംഗ് പോട്ടറി. വുഡൻ വീൽസ് വെയർ യൂസ്ഡ് ഫോർ മേക്കിംഗ് പോട്ടറി. അതായത് വുഡൻ വീൽസ് എന്ന് പറഞ്ഞാൽ മൺപാത്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ട് എന്തുപയോഗിച്ചിരുന്നോ? ചക്രങ്ങൾ എന്ത് ചെയ്തിരുന്നോ? ഉപയോഗിച്ചിരുന്നു. അതാണ് വുഡൻ വീൽസ് വെയർ യൂസ്ഡ് ഫോർ മേക്കിംഗ് പോട്ടറി. മൺപാത്ര നിർമ്മാണത്തിന് ചക്രങ്ങൾ എന്ത് ചെയ്തിരുന്നോ? ഉപയോഗിച്ചിരുന്നു. അടുത്തത് ഓർണമെന്റ്സ് വെയർ മെയ്ഡ് ഓഫ് സ്റ്റോൺ, വുഡ് ആൻഡ് ബോൺസ്. ഓർണമെന്റ്സ് എന്താണ്? ആഭരണങ്ങൾ. ആ ആഭരണങ്ങള് എന്തുകൊണ്ട്? വെയർ മെയ്ഡ് ഓഫ് സ്റ്റോൺ, കല്ലുകൊണ്ടുള്ളത്, വുഡ് തടി കൊണ്ടുള്ളത്, ആൻഡ് ബോൺസ് എല്ല് കൊണ്ടൊക്കെ എന്തുണ്ടാക്കിയിരുന്നു? ആഭരണങ്ങൾ എന്ത് ചെയ്തിരുന്നു? നിർമ്മിച്ചിരുന്നു. അതുപോലെ ഹാർപൂൺസ് ആൻഡ് ഫിഷിംഗ് ഹൂക്സ് വെയർ യൂസ്ഡ് ഫോർ ഫിഷിംഗ് അല്ലെ. ഹാർപൂൺസ് എന്ന് പറഞ്ഞാൽ ചാട്ടുളി. പണ്ട് കാലത്ത് മീൻ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഉപകരണമാണ് ഏത്? ഹാർപൂൺസ്. അതുപോലെ ഫിഷിംഗ് ഹൂക്സ്. എന്താ ഫിഷിംഗ് ഹൂക്ക്? ചൂണ്ട. അപ്പൊ ചൂണ്ടയും ചാട്ടുളിയും എന്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്നു? വെയർ യൂസ്ഡ് ഫോർ ഫിഷിംഗ്. ഈ പറയുന്ന മീൻ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഹാർപൂൺസും അതുപോലെ ഫിഷിംഗ് ഹൂക്സ്, ചൂണ്ടയും ചാട്ടുളിയൊക്കെ എന്ത് ചെയ്തിരുന്നു? ഉപയോഗിച്ചിരുന്നു. അപ്പൊ ദീസ് ആർ ദി മെയിൻ ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഇൻ നിയോലിത്തിക് ഏജ്. നിയോലിത്തിക് ഏജിലെ പ്രധാനപ്പെട്ട സാങ്കേതികമായിട്ടുള്ള എന്താ പുരോഗതി എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണ്?
ഒന്നാമത്തത് ഷാർപ്പൻഡ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് വെയർ യൂസ്ഡ്. രണ്ട് മെയ്ഡ് പോട്ട്സ് ഓഫ് ക്ലേ. മൂന്ന് റാപ്സ് വെയർ യൂസ്ഡ് ഫോർ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. നെക്സ്റ്റ് പ്ലോഷെയർ ആൻഡ് സ്പേഡ് വെയർ മെയ്ഡ് ഓഫ് വുഡ്. നെക്സ്റ്റ് ക്ലോത്ത്സ് വെയർ woven out of jute fibers were sewing using needles fashioned from bones. Wooden handled stone axes and sickles were used. അടുത്തത് wooden wheels were used for making pottery. Next ornaments were made of stone, wood and bones. And last one harpoons and fishing hooks were used for fishing. അപ്പൊ ഇത്രയുമാണ് എന്തെന്നറിയപ്പെടുന്നത് ടെക്നോളജിക്കൽ പ്രോഗ്രസിന് നിയോലിത്തിക് ഏജ് എന്ന് എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. ഇനി നവീന ശിലായുഗത്തിലെ നിയോലിത്തിക് ഏജിലെ ടെക്നോളജിക്കൽ പ്രോഗ്രസിന്റെ ഭാഗമായിട്ട് നമ്മുടെ സ്വിറ്റ്സർലൻഡിലെ തടാക ഗ്രാമങ്ങൾ അല്ലെങ്കിൽ ലേക്ക് വില്ലേജിനെ പറ്റിയിട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡിലെ ലേക്ക് വില്ലേജിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ പാലസ്തീനിലെ ജെറൂക്കയിലേക്ക് വിവരങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കുന്നത് ഏതിനെ പറ്റിയിട്ടാണ്? ഒന്ന് നിയോലിത്തിക് ഏജിനെ പറ്റിയിട്ടാണ്. ആ നിയോലിത്തിക് ഏജിനെ എന്തുകൊണ്ടാണ് ഗോൾഡൻ ചൈൽഡ് നിയോലിത്തിക് റവല്യൂഷൻ എന്ന് വിളിച്ചത് നമ്മൾ പഠിച്ചതാണ്. അതുപോലെ തന്നെ ഇടയ്ക്കൽ കേവ്സിനെ പറ്റി നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നിയോലിത്തിക് ഏജിലെ ടെക്നോളജിക്കൽ പ്രോഗ്രസ് അല്ലെങ്കിൽ നവീന ശിലായുഗത്തിലെ സാങ്കേതിക പുരോഗതികളെ പറ്റി നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് നോക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.